അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൽ കർത്താവിൻ്റെ തിരുവചനം ധ്യാനിപ്പാൻ പരിശുദ്ധനായ ദൈവം തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പുറപ്പാട് പുസ്തകം 23-ാമത്തെ അധ്യായം അതിൽ 20-ാമത്തെ വാക്യം മുതൽ, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുൻപിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവൻ്റെ വാക്ക് കേൾക്കണം, അവനെ വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കയില്ല, എൻ്റെ നാമം അവനിൽ ഉണ്ട്. എന്നാൽ നീ അവൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ നെരുക്കുന്നവരെ ഞാൻ നെരുക്കും. എൻ്റെ ദൂതൻ നിനക്ക് മുൻപായി നടന്ന് നിന്നെ അമ്മോരിയർ, ഹിത്യർ, പെരിസ്യർ, കാനാന്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും. ഞാൻ അവരെ നിർമൂലമാക്കും. അവരുടെ ദേവന്മാരെ നീ നമസ്കരിക്കരുത്, അവയെ സേവിക്കരുത്, അവരുടെ പ്രവൃത്തികൾ പോലെ പ്രവർത്തിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ ദ്രോഹങ്ങളെ നിങ്ങളുടെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ഗർഭം അലസുന്നവരും മച്ചിയും നിന്റെ ദേശത്തുണ്ടാകുകയില്ല. നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. എൻ്റെ ഭീതിയെ ഞാൻ നിന്റെ മുൻപിൽ അയച്ച് നീ ചെല്ലുന്നയിടത്ത് ഉള്ള ജാതികളൊക്കെയും അമ്പരിപ്പിക്കുകയും നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളയുകയും ഓടിക്കുകയും ചെയ്യും. ദേശം ശൂന്യമാകാതെ കാട്ടുമൃഗങ്ങൾ നിനക്ക് ബാധയായി പെരുകാതെ ഇരുപ്പാൻ ഞാൻ അവരെ ഒരു സംവത്സരത്ത് അകത്ത് നിന്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളയുകയില്ല. നീ സന്താന സമ്പന്നനായി ദേശത്ത് അടക്കുന്നത് വരെ ഞാൻ അവരെ കുറേശ്ശെ നിന്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളയും. നീ സന്താന സമ്പന്നനായി ദേശം അടക്കുന്നത് വരെ ഞാൻ അവരെ കുറേശ്ശെ നിന്റെ മുൻപിലിരുന്ന് നീക്കി കളയും. അടുത്തിരിക്കുന്നവരുടെ കരങ്ങളെ പിടിച്ച് പറയാം, കുറേശ്ശെ നിന്റെ മുൻപിലിരുന്ന് നിന്റെ ശത്രുക്കളെ നീക്കിക്കളയും. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പെട്ടെന്ന് നീക്കിക്കളയണമെന്ന്. പക്ഷെ കർത്താവ് പറയുന്നു കുറേശ്ശെ അല്ലേ? നമുക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കണം. പക്ഷെ പെട്ടെന്ന് നടന്നാൽ എന്തൊക്കെയോ മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കും എന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ദൈവം തീർമാനിച്ചു എൻ്റെ ജനത്തെ ദൈവിക പാതകളിൽ നയിപ്പാൻ കുറേശ്ശെ ആമേൻ. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തെ വിശ്വസിച്ച് ദൈവമക്കളെ ദൈവം എത്രമാത്രം സ്നേഹിച്ചു എന്നതിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുൻപിൽ അയക്കുന്നു. വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാൻ ഒരു ദൂതനെ നിന്റെ മുൻപിൽ അയക്കുന്നു. യഹോവയുടെ നാമമുള്ള ഒരു ദൂതനെയാണ് ദൈവം ഇവിടെ അയച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവം ആ ദൂതൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ദൈവം ആ ഭാഗങ്ങളിൽ ഏറ്റവും മുൻഗണന കൊടുത്തിരിക്കുന്നത്, പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളെയാണ് ഏറ്റവും വില കൊടുത്തിരിക്കുന്നത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളെ ദൈവം വഴി നടത്തുവാൻ ദൈവം ഒരു ദൂതനിൽ പ്രത്യക്ഷപ്പെട്ട് മാനിഫെസ്റ്റ് ചെയ്ത് ആ ദൂതനിൽ കൂടി ദൈവത്തിൻ്റെ ജനത്തെ വഴി നടത്തുവാൻ ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ കാവലും ദൈവത്തിൻ്റെ സഹായവും അവിടെ ദൈവമക്കൾക്ക് ദൈവം വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന്. ഈ ലോകത്ത് വലിയ വലിയ നേതാക്കന്മാർക്ക് അവരുടെ വഴി യാത്രയിൽ അവരെ കാക്കേണ്ടതിന് പട്ടാളക്കാരുണ്ടാവും. കാരണം അവർ ദേശത്ത് വിലപ്പെട്ടവർ, പ്രമുഖന്മാർ.
ബിക്കോസ് ദേ ആർ സോ വാല്യുബിൾ ഇൻ ദ വേൾഡ്. ലോകത്ത് അവർ ഏറ്റവും വിലപ്പെട്ടവരായതുകൊണ്ട് അവരെ കെയർ ചെയ്യുവാൻ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ഒരു പട്ടാളം ഉണ്ടാകും. നിങ്ങളെയും എന്നെയും പോലെ സാധാരണപ്പെട്ട വ്യക്തികളാണ്. പക്ഷേ നിങ്ങളെയും എന്നെയും പരിപാലിപ്പാൻ ദൈവം തന്നെ ഒരു ദൂതനെ വാഹനമാക്കി അവൻ ഇറങ്ങി പ്രത്യക്ഷപ്പെട്ടെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്കും നീ എത്രമാത്രം വിലപ്പെട്ടവൻ എന്നുള്ളത് നീ മറന്നു പോകരുത്. ലോകം നിനക്ക് വില തന്നെന്നിരിക്കത്തില്ല. നിന്നെ കാണുമ്പോൾ ഈ ലോകം നിന്നെ പുച്ഛമായി സംസാരിച്ചാലും നിന്നെ സൃഷ്ടിച്ച ദൈവം നിനക്ക് വേണ്ടി വില കൊടുക്കുന്നു എന്നുള്ള വിലപ്പെട്ട സന്ദേശത്തെ നീ തിരിച്ചറിഞ്ഞാൽ നിനക്ക് ഈ ഭൂമിയിൽ ഒരു ദൈവ പൈതലായി അല്ലെങ്കിൽ ഒരു വിലപ്പെട്ട ഒരു വ്യക്തിയായി നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും. അവിടെ ദൈവം പറയുകയാണ്, ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ അപ്പൻ നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ബെസ്റ്റ് സ്ഥലമായിരിക്കും ഒരുക്കുന്നത്. ഈ ലോകത്ത് ഒത്തിരി സ്വന്തങ്ങളുണ്ടായിരിക്കാം, ബന്ധങ്ങളുണ്ടായിരിക്കാം, സ്നേഹ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം. അവർ നിങ്ങളെ അവരുടെ ഭവനങ്ങളിലേക്ക് ക്ഷണിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവർ ഒരുക്കുന്ന ഒരുക്കം ഒരു മനോഹരമായ ഒരുക്കമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു സ്ഥലം എത്ര അതിമനോഹരമായ സ്ഥലമായിരിക്കും, എത്ര അതിസുന്ദരമായ ഒരു സ്ഥലമായിരിക്കും. അതിൻ്റെ അർത്ഥം നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിന് വളരെ വിലയേറപ്പെട്ടവരാ. ദൈവത്തിന് നിന്നോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ദൈവത്തിന് നിന്നോട് ഉള്ള കരുതൽ ഈ ഭാഗങ്ങളിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ യാത്ര പുറപ്പെട്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ അവരുടെ യാത്ര ശുഭമായിരിക്കണം, ഭദ്രമായിരിക്കണം, നന്നായിരിക്കണം. അവർ സുഖത്തോട് ചെന്നെത്തണം. അവർ ചെല്ലുന്ന സ്ഥലത്ത് അവർ സക്സസ്ഫുൾ ആയിരിക്കണം, സുഖമായിരിക്കണം, സുഖത്തോടെ ഇരിക്കണം, ആരോഗ്യത്തോടെ ഇരിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു പിതാവ് നമ്മളെ ഭദ്രമായി സംരക്ഷിപ്പാൻ ദൈവം ഒരു ദൂതനെ നമുക്ക് വേണ്ടി അയക്കുന്നത് നമുക്ക് ഈ ഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ, ഈ വിശ്വാസത്തോട് ജീവിക്കണം. ദൈവം നിനക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ നിക്ഷേപം, ഒരു ദൂതൻ നിന്നെ വഴി നടത്തുവാൻ, നിന്നെ വഹിപ്പാൻ. വേദപുസ്തകം വായിക്കുമ്പോൾ കോടി കോടി ദൂതന്മാരുണ്ട്. അതിൽ ചില ദൂതന്മാരുടെ പേർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കേഞ്ചൽസ് ഉണ്ട്, മിഖായേൽ, ഗബ്രിയേൽ. ദൈവത്തിന് പറയാമായിരുന്നു, ഞാൻ അയക്കുന്നു, മിഖായേലിനെ അയക്കുന്നു, അല്ലെങ്കിൽ ഗബ്രിയേലിനെ അയക്കുന്നു. ദൈവം ഏത് ദൂതനെ തിരഞ്ഞെടുത്തെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ ഭാഗം വായിക്കുമ്പോൾ ദൈവം ആ ദൂതന് യാതൊരു പ്രാധാന്യവും കൊടുത്തിട്ടില്ല. പക്ഷെ ഓർത്തോളം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ശുശ്രൂഷിപ്പാൻ ദൈവം തിരഞ്ഞെടുത്ത് ഒരു ദൂതനെ നിന്നെ ശുശ്രൂഷിപ്പാൻ ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ, നീ ദൈവത്തിന് എത്ര വിലപ്പെട്ടവനെന്ന് നീ മറന്നു പോകരുത്. അതുകൊണ്ട് നീ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിനക്ക് വിരോധമായി ശത്രുക്കൾ എഴുന്നേറ്റാലും, ശത്രുക്കൾ ഗൂഢാലോചന ചെയ്താലും, നിന്നെക്കുറിച്ച് കള്ള സാക്ഷ്യം പറഞ്ഞാലും നീ ഓർത്തോളണം, ഹല്ലേലൂയ, ദൈവം നിന്നെ കാവൽ കൽപ്പിപ്പാൻ, നിന്റെ വഴികളെ, നിനക്ക് വേണ്ടി വഴികളെ ഒരുക്കുവാൻ, നീ നടക്കുന്ന വഴിയിൽ നീ ശുഭമായിരിക്കാൻ ദൈവം ദൂതനെ അയച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന് നീ എത്ര വിലയേറപ്പെട്ടവനെന്ന് നീ മറന്നു പോകരുത്. അവിടെ വചനം പറയുന്നു, യഹോവയുടെ അരുളപ്പാട് എന്തെന്നാൽ അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കുക, ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്യുക, നീ അവനെ വിഘടിക്കരുത്, വിഘടിച്ചാൽ അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുകയില്ല. യഹോവയുടെ അരുളപ്പാട് എന്തെന്നാൽ നിങ്ങൾ ശ്രദ്ധയോടെ എൻ്റെ വാക്ക് കേൾക്കണം.
ഞാനൊരു ടൂർ പോകുവാണെങ്കിൽ ടൂറിൽ ഞാൻ നിങ്ങളെല്ലാം കൂട്ടിക്കൊണ്ടുപോകുകയാണ്, വരണമെന്ന് പറയും. ആ യാത്ര ഒരുക്കിയ ഞാൻ എൻ്റെ വാക്ക് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് കൂടെ സഹകരിച്ച് യാത്ര ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഏറ്റവും ലളിതമായ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കഴിയുന്ന ഒരു ഉദാഹരണം. ദൈവം നമ്മുടെ നേതാവായി, നമ്മുടെ ക്യാപ്റ്റനായിട്ട് നമ്മുടെ യാത്രയുടെ മുൻപിൽ ഇരിക്കുമ്പോൾ അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന വഴികളെ ശ്രദ്ധയോടെ കേട്ട് അതനുസരിച്ചാൽ മാത്രമേ ആ ടൂർ വിജയമാകത്തുള്ളൂ. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ ദൈവം ദൂതന്മാരെ അയച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെ ഭക്തൻ ഇപ്രകാരം പാടുകയാണ് 91-ാമത്തെ സങ്കീർത്തനത്തിൽ, For he will order his angels to protect you wherever you go. നിന്നെ പരിപാലിപ്പാൻ ദൈവം തൻ്റെ ദൂതന്മാരെ കൽപ്പിക്കും. He has commanded his angels. അങ്ങനെയാണെങ്കിൽ ദൈവം നിന്റെ ഓരോ സ്റ്റെപ്പുകളും വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിന്നെ പരിപാലിപ്പാൻ, നിന്നെ വഴി നടത്തുവാൻ, നിന്നെ മാനിക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ, നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിന്നെ പ്രവേശിപ്പിക്കുവാൻ. He has prepared a place for you, a wonderful place, a marvelous place, a glorious place. ഒരു മഹത്വം നിറഞ്ഞ് ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ, ഒരു അനുഗ്രഹിക്കപ്പെട്ട സംതൃപ്തിയുള്ള സമാധാനമുള്ള ഒരു സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ ദൈവം നിന്നെ ഒരുക്കത്തോട് കൊണ്ടുപോകുകയാണ്. ദൈവം നിനക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര മനോഹരമായ സ്ഥലമായിരിക്കും. പുരുഷന്മാർക്കറിയാം, വിവാഹം കഴിഞ്ഞവർക്ക് വിവാഹം കഴിയുന്നതിന് മുമ്പ് പെണ്ണൊക്കെ കാണാൻ പോയിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ അന്ന് തൊട്ട് അവരെ കൊണ്ടുവരുന്നവർ വീട്ടിൽ ഭയങ്കര ഒരുക്കമായിരിക്കും. കൊണ്ടുവന്നതിന് ശേഷമുള്ള കാര്യമല്ല, കൊണ്ടുവരുന്നവർ ഭയങ്കര ഒരുക്കമായിരിക്കും. ആമേൻ, ആമേൻ. അതുപോലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. He is preparing a better and the best place for us. പക്ഷെ ആ സ്ഥലത്ത് പ്രവേശിക്കണമെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ഒരുക്കത്തോട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുമ്പോട്ട് പോയാൽ മാത്രമേ അതിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. ദൈവം നമ്മെ പരിപാലിക്കാൻ തന്ന ദൂതൻ നല്ലതാണ്. ദൂതൻ്റെ പേര് അറിയത്തില്ലെങ്കിലും ശത്രുക്കളുടെ മുൻപിൽ നമ്മളെ വിജയകരമായിട്ട് നടത്തുവാൻ ദൈവം അങ്ങനെ ഒരു പവറിനെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷെ അതിനപ്പുറമായിട്ട് ദൈവം അയച്ച ദൂതനോടൊപ്പം നടന്ന് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആ നന്മയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആ ദൂതനോടൊപ്പം എന്ത് ചെയ്യണം? നടക്കണം. വിശ്വസ്തനായിരിക്കണം. വി ഹാവ് ടു ഒബേ. കാരണം പിതാവ് എന്തായാലും നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലം ഏറ്റവും ബെസ്റ്റായിരിക്കും. ഇവിടെ ഒത്തിരി പിതാക്കന്മാരുണ്ട്. നിങ്ങളുടെ മക്കൾ നിങ്ങളെപ്പോഴും കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റേ നിങ്ങൾ കൊടുത്തിട്ടുള്ളൂ. കാരണം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് വരെ അപ്പന്മാർ അവർക്ക് വേണ്ടി ജീവിച്ചെങ്കിലും കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അപ്പന്മാർ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? മക്കൾക്ക് വേണ്ടിയിട്ട്. സാക്രിഫിഷ്യൽ ലൈഫാണ്. അവർക്ക് അവരുടെ ഇഷ്ടദാനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ആദ്യം ദേ വിൽ ഗീവ് പ്രയോറിറ്റി ടു ദെയർ ചിൽഡ്രൻ. സ്വർഗത്തിലെ ദൈവം അങ്ങനെയാണെങ്കിൽ എത്രമാത്രം തന്നെ വിശ്വസിക്കുന്ന തൻ്റെ മക്കൾക്ക് ദൈവം പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നു. ഒരിക്കൽ ഒരു ആടും ഒരു കോഴിയും കഥയൊക്കെ പറഞ്ഞിങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പം ഒരു മാർക്കറ്റ് വന്നു. അപ്പോൾ കോഴി പറഞ്ഞു, ബാ നമുക്ക് മാർക്കറ്റിൻ്റെ അകത്തേക്കൊന്ന് കയറിക്കാന്ന് പറഞ്ഞു. കാരണം ഇവനറിയാം അകത്ത് കയറി കഴിഞ്ഞാൽ അകത്ത് മുട്ടക്കട ഉണ്ടാവും.
മുട്ടക്കട നമുക്ക് കണ്ടാൽ അറിയാം, മുട്ടയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കും. അതിന് മുമ്പിൽ കൂടെ പോയപ്പം കോഴി ആടിനോട് പറഞ്ഞു, അച്ചായോ കണ്ട, ഇതൊക്കെ ഞങ്ങളുടെ കോൺട്രിബ്യൂഷനാന്ന് പറഞ്ഞു. ആടിങ്ങനെ കണ്ടപ്പം ശരിയാണല്ലോ, താഴെ തൊട്ട് മുകളിലൊരു ഇഷ്ടംപോലെ മുട്ട അടുക്കി വെച്ചിരിക്കുക. വീണ്ടും നടന്ന് മുമ്പോട്ട് പോയപ്പം കുറേ ആടുകളെയൊക്കെ അറുത്ത് കഴുത്ത് കുത്തിനങ്ങ് കെട്ടി തൂക്കിയിരിക്കുക. ആട് പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ ജീവിതം. നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യും, പക്ഷേ ഞങ്ങൾ സാക്രിഫൈസാണ് ചെയ്യുന്നത്. ഇന്ന് ലോകത്ത് നിങ്ങളുടെ സ്നേഹങ്ങളും സുഹൃത്തുക്കളും അയൽവാക്കാരും സഹോദരന്മാരും കോൺട്രിബ്യൂഷനേ ചെയ്യത്തുള്ളൂ, കോഴിയെപ്പോലെ. പക്ഷേ അപ്പൻ മാത്രമേ സാക്രിഫൈസ് ചെയ്യത്തുള്ളൂ. അതാണ് ആട്. ഓർത്തോളൂ, നിനക്ക് വേണ്ടി ദൈവം ഒരു സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ സുഹൃത്തുക്കളും നിൻ്റെ അയൽവാക്കാരും നിൻ്റെ സഹോദരന്മാർ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്ഥലത്തെക്കാളും അതിമനോഹരമായ ഒരു സ്ഥലം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവനോടൊപ്പം നടന്നാൽ ആ ദൈവിക സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. മനസ്സിലാക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നിന്നെ പകയ്ക്കുന്നവരുടെ കാര്യം ദൈവം നോക്കിക്കോളും. അവിടെ വചനം പറയുന്നു, നിന്നെ നെരുക്കുന്നവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. പക്ഷേ നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. യു ഹാവ് ടു വാക്ക് വിത്ത് മീ. നീ എന്നോട് കൂടെ നടന്ന നീ ചെല്ലുന്ന സ്ഥലത്ത് കുറേ ശത്രുക്കളുണ്ടാവും. എപ്പോൾ വന്ന ശത്രുത്വമാ? ഈ ഹിത്യരെയും യെബൂസിയരെയും അല്ലെങ്കിൽ പെരിസ്യരെയും ഖാനാന്യരെയും ഹിവ്യരെയും യെബൂസിയരോട് ശത്രുത്വം കാണിക്കാൻ എന്തുണ്ട് ഇവർക്ക്? ഏത് കാലത്താണ് ഇവരോട് കൂടെ പരിചയപ്പെട്ടത്? എന്തെങ്കിലും സ്ഥലത്തിന് വേണ്ടി വഴക്ക് കിട്ടോ? ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നോ? കുടുംബാംഗങ്ങളായിരുന്നോ? ഒന്നുമല്ല. പക്ഷെ ദൈവം പറയാണ്, അവരെല്ലാം നിങ്ങളുടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞാൽ പുതിയ നിയമപ്രകാരം അമ്മോന്യർ എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രശസ്തിക്ക് വേണ്ടി ജീവിക്കുന്നവരാ. ഞാൻ മുൻപേ നിങ്ങളോട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാ. ഹിത്യർ എന്ന് പറഞ്ഞാൽ ഭീകരത, ഭയം കൊണ്ടുവന്നവർ, ആശയക്കുഴപ്പം കൊണ്ടുവരുന്നവർ. പെരിസ്യർ എന്ന് പറഞ്ഞാൽ അച്ചടക്കമില്ലാത്തവർ, നിയന്ത്രണം വിട്ട് ജീവിക്കുന്നവർ, മറ്റുള്ളവരെ വികലാംഗനാക്കി അതിൽ സന്തോഷം കണ്ടെത്തുന്നവർ. ഇതെല്ലാം നമ്മുടെ മുൻപിലിരുന്ന് എന്ത് ചെയ്യണം? നീക്കിക്കളയണം. യു ഹാവ് ടു റിമൂവ് ഓൾ ദീസ് തിങ്സ് ഫ്രം യുവർ ലൈഫ്. അവിടെ ഒന്നാമത്തെ ഭാഗത്തിലിരുന്ന് വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്ന, നീ എന്നെ ഭയപ്പെട്ട് അനുസരിച്ച് ജീവിക്കണം. യു ഹാവ് ടു ഒബേ മീ. നീ വ്യാജ വർത്തമാനം നീ പറയരുത്, കള്ളസാക്ഷ്യം പറയരുത്, ദോഷം ചെയ്യരുത്. ശത്രുവിൻ്റെ കാള നഷ്ടപ്പെട്ടു പോയി എന്ന് നീ അറിഞ്ഞിട്ട് നഷ്ടപ്പെട്ടു പോയ കാളെ കണ്ടാൽ നീ എന്ത് ചെയ്യണം? അതിനെ പിടിച്ച് നിന്റെ ശത്രുവിന് എന്ത് ചെയ്യണം? തിരികെ കൊണ്ടുകൊടുക്കണം. നീ കള്ളത്തരം വിട്ട് അകന്ന് നിൽക്കണം. അനീതിയോട് കൂട്ട് നിൽക്കരുത്. പ്രത്യേകിച്ച് പാവപ്പെട്ടവർ, ദരിദ്രന്മാർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ സാരല്ല, പാവപ്പെട്ടവനെ ആണല്ലോ എന്ന് നമ്മൾ അവൻ്റെ സൈഡ് നിൽക്കാം. അവൻ പാവപ്പെട്ടവനല്ലേ, സാരല്ല എന്ന് പറയും. പക്ഷെ ദൈവം പറയുന്നു, അവനോട് കൂടെ എന്ത് ചെയ്യരുത്? നിൽക്കരുത്. അത് അനീതിയാണ്. ഇന്ന് ലോകത്ത് നാം ഏറ്റവും അനീതിയുള്ള ലോകത്താണ് ജീവിക്കുന്നത്. വികലാംഗന്മാർ എന്ത് തെറ്റ് ചെയ്താലും കേസ് കൊടുത്താൽ മറ്റവൻ്റെ കാര്യം തീർന്നു. സ്ത്രീകൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, കേസ് കൊടുത്താൽ ഭർത്താവിനെ പിടിച്ചകത്താക്കും. അനീതിയുള്ള ലോകത്താണ് ജീവിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇതെല്ലാം തിന്മയെ കൊണ്ടുവരത്തുള്ളൂ. ഇതിൽ നിന്നൊരിക്കലും നന്മ നേടാൻ സാധിക്കത്തില്ല. ലോകത്തിൻ്റെ മുൻപിൽ ഉള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് മേ ബി, അത് നിങ്ങൾക്ക് ആനുകൂല്യമായിട്ട് വന്നാലും അത് ദൈവത്തിൻ്റെ മുൻപിൽ അനീതിയാണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് ആ വ്യക്തി ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. യു ഹാവ് ടു ഫേസ് ദാറ്റ് കോൺസിക്വൻസസ്.
ദൈവത്തെ ആർക്കും ഈ ഭൂമിയിൽ കബളിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ കൂടെ നടന്നാൽ നമുക്ക് വിരോധമായി എത്ര ശത്രുക്കളുണ്ടെങ്കിലും ദൈവം പറയാണ് അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിന്നെ വെറുക്കുന്നവർ എത്ര പേരുണ്ടെങ്കിലും, നിന്നെ പരിഹസിക്കുന്നവർ, നിന്നെക്കുറിച്ച് പരദൂഷണം പറയുന്നവർ, കള്ളം പറയുന്നവർ, നിന്നെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കാൻ എത്ര പേരുണ്ടെങ്കിലും കർത്താവ് പറയുന്നു, നീ എൻ്റെ വഴിയിൽ കൂടെ നടന്നാൽ നിന്നെ കാപ്പാനും നിന്നെ പരിപാലിപ്പാനും നിന്റെ സകല ശത്രുക്കളെ പ്രതികാരം വീട്ടാനും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ദൂതനെ വിട്ടിരിക്കുന്നു. ഇനി ഈ ദൂതന് വളരെ പ്രത്യേകത ഉണ്ട്. കാരണം ദൂതൻ്റെ പേരില്ല. മോശെ മരുഭൂമിയിൽ ഇരുന്നപ്പോൾ മരുഭൂമിയിൽ വെച്ച് ദൈവം പ്രത്യക്ഷപ്പെട്ടത് മുൾപടർപ്പിലാണ്. മുൾപടർപ്പിന് ദൈവം ഒരിക്കലും പ്രാധാന്യം കൊടുത്തില്ല. നമുക്കറിയത്തില്ല ഏതാ മുൾപടർപ്പെന്ന്. പക്ഷെ അവിടെ പ്രത്യക്ഷപ്പെട്ടത് ദൈവമായിരുന്നു. നമുക്ക് ദൈവത്തെ അറിയാം. അതേപോലെ ദൈവം തന്നെ സ്നേഹിക്കുന്ന ജനത്തിൻ്റെ മുൻപിൽ വെളിപ്പെടുവാൻ ദൈവം ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളെ, ഒരു വസ്തുവിനെ തിരഞ്ഞെടുക്കാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചു മരുഭൂമിയിൽ കൂടെ വഴി നടന്നപ്പോൾ രാത്രി അഗ്നിസ്തംഭത്താലും പകൽ മേഘസ്തംഭത്താലും വഴി നടത്തി. യഥാർത്ഥത്തിൽ ആ മേഘമല്ല, മേഘത്തിൽ യാതൊരു കാര്യവുമല്ല. പക്ഷെ ആ മേഘത്തിൽ ഒരുവൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ സർവശക്തനായ ദൈവമാണ്. അതേപോലെ ഈ ദൂതനല്ല പ്രധാനപ്പെട്ടത്, പക്ഷെ ദൂതനിൽ പ്രത്യക്ഷപ്പെട്ട ഒരുവൻ ഉണ്ടായിരുന്നു. അവനാണ് സർവശക്തനായ ദൈവം. കാരണം ദൈവം വളരെ വ്യക്തമായി പറയുന്നു, ആ ദൂതനിൽ നിന്റെ നാമമുണ്ട്. He bears me. I am living in him. ഞാൻ അവിടെ ഉണ്ട്. മുൾപടപ്പിൽ പ്രത്യക്ഷപ്പെട്ട്, ആ അഗ്നിസ്തംഭത്തിൽ പ്രത്യക്ഷപ്പെട്ട് അതേ ദൈവമാണ് ആ ഏഞ്ചൽ, ആ ദൂതന്റെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവനെ ദൈവം ഒരു നാളും കൈവിടത്തില്ല. ആമേൻ. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവനെ ദൈവം ഒരു നാളും കൈവിടത്തില്ല, നിശ്ചയം. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവൻ തൻ്റെ ജീവിതത്തെ ഓരോ ദിവസവും ശോധന ചെയ്ത് അച്ചടക്കത്തോടെ ജീവിക്കത്തുള്ളൂ. ദൈവത്തോടു കൂടെ നടക്കണമെങ്കിൽ നമ്മുടെ ജീവിത സ്വഭാവം ദൈവത്തോടു കൂടെ അനുരൂപപ്പെടുന്ന ഒരു സ്വഭാവമായിരിക്കണം. നമ്മൾ ആരെങ്കിലും പാപികളോട് നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? നമുക്കറിയാം, നിങ്ങളും ഞാനുമെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട് ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ജീവിക്കാൻ, നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണ്. കള്ളും കുടിച്ച് തെറിയും പറഞ്ഞ് നടക്കുന്നവരുടെ കൂടെ കൂട്ടായ്മ ആചരിക്കാൻ നിങ്ങളും ഞാനും ആഗ്രഹിക്കുമോ? ഒരിക്കലുമില്ല. നമ്മൾ പറയും, അവൻ കള്ളു കുടിയനാ, അവൻ വലിക്കുന്നവനാ, നമ്മനും തമ്മിൽ ഒരു ബന്ധമില്ല. വി കനോട്ട് കീപ്പ് എ കമ്മ്യൂണിയൻ. നമുക്ക് വേണമെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കാം, അവൻ രക്ഷിക്കപ്പെടാൻ പ്രാർത്ഥിക്കാം, പക്ഷെ നമുക്ക് അവനും നമ്മുമായിട്ടൊരു കമ്മ്യൂണിയൻ ഉണ്ടാവത്തില്ല. അതേപോലെ ദൈവമായിട്ടുള്ള കമ്മ്യൂണിയൻ നിലനിർത്തണമെങ്കിൽ നമ്മൾ വാക്കുകളെ നിയന്ത്രിക്കണം. നമ്മുടെ സ്വഭാവം ദൈവിക സ്വഭാവമായി നിലനിർത്തണം. വി ഹാവ് ടു ട്രാൻസ്ഫർ അവർ ലൈഫ്. കാരണം ദൈവത്തിനറിയാം, ഒരു മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ട് മാറത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ലിറ്റിൽ ബൈ ലിറ്റിൽ, പതിയെ പതിയെ എങ്കിലും നീ മാറണം. ഇസ്രായേൽ ജനം മിസ്രൈമിലായിരുന്നപ്പോൾ അവർക്ക് വചനം പറഞ്ഞു കൊടുക്കാൻ ആരുണ്ടായിരുന്നു? അവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്നോ? അവിടെ ആരാധന ഉണ്ടായിരുന്നോ? അവിടെ വചനം പ്രബോധിക്കാൻ അപ്പോസ്തലനായ പൗലോസ് ഉണ്ടായിരുന്നോ? പത്രോസ് ഉണ്ടായിരുന്നോ? ആരുമില്ലായിരുന്നു. തന്നിഷ്ടപ്രകാരം ജഡീകരായി അവർ ഒരു കുത്തഴിഞ്ഞ ഒരു ജീവിതം അവർ നയിച്ചു. വ്യാജ വർത്തമാനം പറഞ്ഞ് അവർ ജീവിച്ചു. കള്ളസാക്ഷ്യം പറഞ്ഞ് അവർ ജീവിച്ചു. പരദൂഷണം പറഞ്ഞ് അവർ ജീവിച്ചു. അവരുടെ വാക്കുകൾ അവർ നിയന്ത്രിക്കാൻ അവർ ആഗ്രഹിച്ചില്ല. അങ്ങനെ അടിമകളായി കുത്തഴിഞ്ഞ ജീവിതം നയിച്ച് പാപികളായി ജീവിച്ച് നിങ്ങളെയും എന്നെയുമാണ് ദൈവം തിരഞ്ഞെടുത്ത് മിസ്രൈമിൽ നിന്ന് ചെങ്കടൽ വഴി പുറത്തു കൊണ്ടുവരുന്നത്. ആദ്യം വന്നപ്പോൾ എന്ത് ആരാധനയായിരുന്നു? നമുക്കറിയാം, ആരാധന ഒന്നും അവർ മിറിയാമും കൂട്ടുകാരും കൂടെ ചേർന്ന് പാടിയ പാട്ടൊന്നും അവരെ രൂപാന്തരപ്പെടുത്തിയില്ല. ആ സന്തോഷം കൊണ്ട് അവർ പാടിയെങ്കിലും അവരുടെ സ്വഭാവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, അട്ടയെ എത്രയെടുത്ത് മെത്തയിൽ കിടത്തിയാലും അത് മെത്തയിൽ കിടക്കാത്ത വിശ്വാസികളാണ് നിങ്ങളും ഞാനും. എങ്ങനെയെങ്കിലും തിരിച്ച് മിസ്രൈമിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ, ഇറ്റ് ഈസ് ഹാർഡ് ടു ട്രാൻസ്ഫോം. അനുസരണമില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നിയന്ത്രിക്കപ്പെട്ട അച്ചടക്കമുള്ള ഒരു ജീവിതം നയിക്കാൻ വളരെ പാടാണ്. മോശമായ വാക്കുകൾ പറയാൻ എളുപ്പമാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാൻ വളരെ എളുപ്പമാണ്. ചൂണ്ടിക്കാണിച്ച് സംസാരിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ വീഴുന്നവനെ താങ്ങണമെങ്കിൽ ദൈവിക മനസ്സുണ്ടായിരിക്കണം.
പാപം ചെയ്തവനെ ക്ഷമിക്കണമെങ്കിൽ ദൈവിക മനസ്സുള്ളവനായിരിക്കണം. കോപപ്പെടാതെ ജീവിക്കണമെങ്കിൽ ദൈവിക മനസ്സുള്ളവനായിരിക്കണം. മറ്റുള്ളവർക്ക് താങ്ങും തണലായിരിക്കണമെങ്കിൽ ദൈവിക മനസ്സായിരിക്കണം. അതുകൊണ്ട് ആ ഭാഗം വായിക്കുമ്പോൾ കർത്താവ് അവിടെ 1-ാമത്തെ വാക്യം തൊട്ട് ഗോഡ് ഈസ് ട്രൈങ് ടു ഡിസിപ്ലിൻ ഹിസ് പീപ്പിൾ. ദൈവം തൻ്റെ ജനത്തെ ഒരു അച്ചടക്കത്തോട് ദൈവിക പാതകളിൽ നയിക്കാൻ ദൈവം തന്നെ അവിടെ കൽപ്പിക്കുകയാണ്. വ്യാജ വർത്തമാനം പറയരുത്, കള്ളസാക്ഷിയായി ഇരുപ്പാൻ ദുഷ്ടനോട് നീ ചേരരുത്, ദോഷം ചെയ്യരുത്. ശത്രുവിൻ്റെ കാള നഷ്ടപ്പെട്ടു പോയാൽ അത് നിന്റെ കയ്യിൽ കിട്ടിയാൽ അത് നീ തിരികെ അവന് കൊടുക്കണം. കള്ളത്തരം വിട്ട് അകന്ന് നിൽക്കുക. ധനവാനാകട്ടെ ദാരിദ്ര്യവാനാകട്ടെ സ്നേഹിതരാകട്ടെ സഹോദരനാകട്ടെ, തെറ്റ് ചെയ്താൽ അനീതിക്ക് നിങ്ങൾ കൂട്ടുനിൽക്കരുത്. നീതിമാന്റെ വാക്കുകളെ ഒരു നാളും മറിച്ചു കളയും വരരുത്. പരദേശികളെ ഉപദ്രവിക്കാൻ വരരുത്. തിന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ ഒരിക്കലും അവൻ്റെ കൂടെ നടക്കരുത്. അനീതിയായ പാതകളിൽ നീ ഒരിക്കലും സഞ്ചരിക്കരുത്. ഈ ദൈവത്തിൻ്റെ ദൂതനെ ഈ ദൈവമക്കളെ കാത്ത് പരിപാലിപ്പാൻ നിയമിക്കുന്നതിന് മുമ്പ് ദൈവം തൻ്റെ ജനത്തോട് ദൈവം പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ദൈവത്തോടു കൂടെ ജീവിക്കാൻ, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ദൂതനിൽ മാനിഫെസ്റ്റ് ചെയ്തത് ദൈവമാണെങ്കിൽ അവനോട് കൂടെ നടക്കണമെങ്കിൽ അവനെപ്പോലെയായി തീർന്നാൽ മാത്രമേ നമുക്ക് അവനോട് കൂടെ നടക്കാൻ സാധിക്കത്തുള്ളൂ. അവനെ ഫോളോ ചെയ്യണമെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മാത്രമേ അവനെ നമുക്ക് പിന്തുടരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ശ്രദ്ധയോടെ എൻ്റെ വാക്ക് കേൾപ്പിൻ, പ്ലീസ് ലിസൺ ടു മൈ വേർഡ്. നിങ്ങൾ എനിക്ക് വളരെ വിലപ്പെട്ടതാ. എനിക്ക് നിങ്ങളോട് പാർക്കണമെങ്കിൽ, ഇഫ് ഐ വാണ്ട് ടു ലിവ് വിത്ത് യു, യു ഹാവ് ടു ക്ലീൻ യുവർ സെൽഫ്. നീ അച്ചടക്കത്തോട് ജീവിച്ചാൽ മാത്രമേ ഐ ക്യാൻ ബി വിത്ത് യു. ഒന്നാലോചിച്ച് നോക്കി, വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭർത്താക്കന്മാർ വീട്ടിൽ തെറിയൊക്കെ പറയുമ്പോൾ ഭാര്യമാർ പറയും, അയ്യോ എൻ്റെ വീട്ടിൽ ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല, അച്ഛാ ഇതെന്താ സംസാരിക്കുന്നത്. ഇന്ന് കാലം മാറിപ്പോയി. ഇന്ന് പുരുഷന്മാരല്ല, ഇന്ന് സ്ത്രീകളാ തെറി പറയുന്നതെന്ന് ഞാൻ കേട്ട. പ്രൈസ് ദ ലോർഡ്. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഞാൻ എപ്പോഴും പറയുന്നതാ, നിങ്ങളുടെ പാട്ടും കൂത്തും ദൈവസന്നിധിയിൽ ഒരു നാളും സൗരഭ്യവാസിനിയായി തീരത്തില്ല. എൻ്റെ യേശു താൻ ചെയ്ത ശുശ്രൂഷകാലങ്ങളിൽ എത്ര പാട്ട് പാടിയെന്ന് ചോദിച്ചാൽ ഒരു ഗിറ്റാറോ ഒരു ഡ്രം സെറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ്റെ വായിൽ ദൈവിക വചനമുണ്ടായിരുന്നു. പാട്ടുകളോ ഇതൊന്നും നിങ്ങളെ വഴി നടത്തത്തില്ല. നിങ്ങളെ വഹിക്കുന്നതും വഴി നടത്തുന്നതും ദൈവിക വചനങ്ങളാണ്. നിങ്ങളെ മാനസാന്തരപ്പെടുത്തുന്നതും നിങ്ങളെ ദൈവിക പാതകളിൽ വഴി നടത്തുന്നതും ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ചൂളയിലിരിക്കുന്നവൻ വെന്തുപോകത്തേ ഉള്ളൂ. അതേപോലെ പാപികളോട് ജീവിക്കുന്നവൻ അവൻ പാപിയായിട്ടേ ജീവിക്കത്തുള്ളൂ. എന്ന് നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അന്നു മുതൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നെ പിന്തുടരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, കർത്താവ് ഇപ്രകാരം പറഞ്ഞു, വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുൻപിൽ അയക്കും. നിങ്ങളുടെ മുൻപിൽ അയക്കുന്നതല്ല, സഭയോടെ അല്ല, വളരെ പേഴ്സണൽ മെസ്സേജാണ്. ഞാൻ നിന്റെ മുൻപിൽ അയക്കും. നിന്റെ മുൻപിൽ പേഴ്സണലായിട്ടാണ്. ഒരു കുടുംബത്തോടെയല്ല, ഒരു സമുദായത്തോടെയല്ല, ഒരു ദേശത്തോടെയല്ല, പേഴ്സണലായിട്ട്. കാരണം നിന്റെ റിലേഷൻഷിപ്പ് ദൈവമായിട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ റിലേഷൻഷിപ്പ് ദൈവവുമായിട്ട് ഹെൽത്തി ആയിട്ടിരുന്നാൽ അത് നിനക്കും നിന്റെ മക്കൾക്കും നിന്റെ തലമുറകൾക്കും അത് നന്മയായി തീരും. നിന്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഓർത്തു നോക്കിയേ, മിസ്രൈമിൽ ഇസ്രായേൽ ജനം കിടന്നപ്പോൾ അവർ നിലവിളിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്, അവർ പ്രാർത്ഥിച്ചെന്ന് എഴുതിയിട്ടില്ല. ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനി സെൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഓൾമൈറ്റി ഗാഡ്. അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നെങ്കിലും അവർക്ക് വചന വായനയില്ലായിരുന്നു, വചന ധ്യാനമില്ലായിരുന്നു, അവർക്ക് പ്രാർത്ഥനയില്ലായിരുന്നു. ദേ നെവർ ഹാഡ് എ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗാഡ്. അതുകൊണ്ട് പ്രശ്നം വർദ്ധിച്ചപ്പോൾ അവർ നിലവിളിച്ചെന്ന് എഴുതിയിരിക്കുന്ന ആ നിലവിളി ദൈവം കേട്ട് മോശയെ ദൈവം അയച്ചു. പക്ഷെ പ്രാർത്ഥിച്ചിരുന്നിരുന്നെങ്കിൽ മോശയ്ക്ക് പകരം ദൈവം അവിടെ ഇറങ്ങിയതിനെ ഓർത്തോളണം. ഞാൻ ദൈവസന്നിധിയിൽ ഭയഭക്തിയോട് try to keep a healthy communication with God. എത്ര തിരക്കാണെങ്കിലും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ സമയം ചെലവഴിച്ചിരിക്കണം, വില കൊടുത്തിരിക്കണം. എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം അതാണ്. എത്ര തിരക്കാണെങ്കിലും
അവർ ദൈവസന്നിധിയിൽ വില കൊടുത്തതുകൊണ്ട് എൻ്റെ അപ്പനും അമ്മയ്ക്കും 4 മക്കളുണ്ട്. 4 മക്കളും ദൈവം അനുഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ വില കൊടുത്താൽ ദൈവം നിങ്ങൾക്ക് വില കൊടുക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വില കൊടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ദൈവത്തിന് വില കൊടുത്തിരിക്കണം. ദൈവം ഒരു ദൂതനെ നിന്നെ പരിപാലിപ്പാൻ, നിന്നെ ഗൈഡ് ചെയ്യുവാൻ, നിന്നെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ ദൈവം ഒരു മെസ്സഞ്ചറെ അയച്ചെങ്കിൽ ഓർത്തോളം ആ മെസ്സഞ്ചർ സാധാരണപ്പെട്ട മെസ്സഞ്ചറല്ല. രാജാവിൻ്റെ തിരുസന്നിധിയിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന രാജാവിനെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ഒരു മെസ്സഞ്ചറെ നിന്നെ ശുശ്രൂഷിപ്പാൻ ദൈവം അയച്ചെങ്കിൽ നീ എത്രമാത്രം വില കൊടുത്ത് കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നുള്ളത് നീ മറന്നു പോകരുത്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങൾ അവരുടെ വിഗ്രഹങ്ങളെ തകർത്ത് കളയണം. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. എന്ന് പറഞ്ഞാൽ വളരെ അസുഖമൊന്നുമില്ലാതെ നല്ല ആരോഗ്യത്തോട് നിന്നെ പരിപാലിക്കും. കഴിക്കുന്ന ആഹാരം എല്ലാം നിന്റെ ശരീരത്തിൽ പിടിക്കും, കുഴപ്പമില്ലാതെ ഇരിക്കും. നീ കുടിക്കുന്ന വെള്ളത്തിൽ എന്തുണ്ടാവത്തില്ല? ഹെപ്പറ്റൈറ്റിസ് ഒന്നും ഉണ്ടാവത്തില്ല. He will give you good water and food to maintain a good health. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ആരോഗ്യം പോയാൽ തന്നെ നമ്മുടെ മനസ്സ് പൊളിഞ്ഞു പോകും. ആരോഗ്യമുണ്ടെങ്കിൽ എല്ലാം നല്ലതാണ്. ആൾക്കാർക്കും വേണം, എല്ലാവർക്കും വേണം. ആരോഗ്യം പോയി കഴിഞ്ഞാൽ കർത്താവ് എത്രയും പെട്ടെന്ന് അയാളെ എടുത്തേക്കണേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ആരോഗ്യമുള്ള കാലം വരെ നമ്മൾ ആർക്കും പിടിവെച്ച് കൊടുക്കത്തില്ല. പക്ഷെ കർത്താവിന് നിങ്ങൾ പിടിവെച്ച് കൊടുത്താൽ നിങ്ങൾ മഹാഭാഗ്യവാന്മാർ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിനെ അനുസരിക്കുന്നവരെ ദൈവം ഒരു നാളും കൈവിടത്തില്ല. അവിടെ കർത്താവ് വീണ്ടും കൽപ്പിക്കുന്ന കാര്യം, നിങ്ങൾ 6 ദിവസം എന്തു ചെയ്യണം? പണിയെടുത്ത് ജീവിക്കണം. അടുത്തിരിക്കുന്നവരുടെ കരം പിടിച്ച് പറഞ്ഞാട്ടെ, 6 ദിവസം. ഒന്നുകൂടെ പറ. പലരും പ്രാർത്ഥിച്ച സ്വർഗത്തിൽ നിന്ന് കാശ് കിട്ടുമെന്നൊക്കെയാണ് തോന്നല്. കാരണം പലരും പ്രസംഗിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പം വരും കാത്തിരിക്കും, നാളെ വരും, നാളെ കഴിഞ്ഞ് വരും. 3 ദിവസം ഉപവാസമായി, 30 ദിവസം ഉപവാസമായി, ഒന്നും വരുന്നില്ല. പണിയെടുത്താലേ എന്തെങ്കിലും വീട്ടിൽ വരത്തുള്ളൂ. വേദപുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടില്ല, എങ്ങും കണ്ടിട്ടില്ല ഒരു നാട്ടിലും പ്രാർത്ഥിച്ചവന് ദൈവം സ്വർഗത്തിൽ നിന്ന് പണം കെട്ടുകെട്ടായിട്ട് കൊടുത്തെന്നോ ഗോൾഡ് ബിസ്ക്കറ്റ് കൊടുത്തെന്നോ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പണിയെടുത്താൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. പണിയെടുത്താലേ നിൻ്റെ പണിയെ ദൈവം അനുഗ്രഹിക്കും. പക്ഷേ 7ാമത്തെ ദിവസം ദൈവം എന്തു പറഞ്ഞു? നിങ്ങൾ യു ഹാവ് ടു റെസ്റ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. 7ാം ദിവസം നിങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കണം, മാറ്റിവെക്കണം. അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് മാത്രമല്ല, നിങ്ങളുടെ ശാരീരികമായ ജീവിതത്തിന് അത് വളരെ നല്ലതാണ്. ഇഫ് യു വാണ്ട് ടു ഹാവ് എ വെരി ഗുഡ് ഹെൽത്തി ലൈഫ്, നിങ്ങൾ ഞായറാഴ്ച വിശ്രമിക്കുന്നത്, ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നത് നല്ലതാണ്. ഓർത്ത് നോക്കിയ സ്കൂളിലൊക്കെ നമ്മൾ പോകുമ്പം കൃത്യസമയം പോകും, അല്ലെങ്കിൽ 5 മിനിറ്റ് നേരത്തെ പോകും. പക്ഷെ ഞായറാഴ്ച സഭാ ആരാധനയ്ക്ക് 10 മിനിറ്റ് കഴിഞ്ഞു പോവാം, സാരമില്ല. സാരം ഇല്ല. നമ്മൾ പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ദൈവത്തെ സാരമില്ല എന്ന് പറയുന്നതിനേക്കാളും നിസ്സാരനാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കൃത്യസമയം പാലിക്കാൻ കഴിയാത്തത്. സ്കൂളിൽ എന്താ കറക്റ്റ് സമയത്തിന് പോകാൻ കഴിയുന്നത്? ഓഫീസിൽ കറക്റ്റ് സമയത്ത് പോകാൻ കഴിയുന്നത് എന്താ കാരണം എന്താ? സ്കൂളിൽ കറക്റ്റ് സമയം പോയിട്ടില്ലെങ്കിൽ ക്ലാസ്സിൻ്റെ അകത്ത് കയറ്റത്തില്ല. അപ്പനും അമ്മയും വിളിച്ചുകൊണ്ട് വരാൻ പറയും. ഇവിടെ കറക്റ്റ് സമയത്ത് വന്നില്ലെങ്കിൽ ആരെ വിളിച്ചുകൊണ്ട് വരാൻ പറയും? പാസ്റ്റർ പറഞ്ഞ പിന്നെ അടുത്ത ആഴ്ച അയാൾ ഈ സഭയിൽ വരത്തില്ല, വേറെ ചർച്ചയിൽ പോകും. ഹലോ, ഇത് നിങ്ങളും ദൈവമായിട്ടുള്ളൊരു ബന്ധം. പറയുന്നത് ചിരിച്ചാലും അതിൻ്റെ ഉള്ളിൽ ആഴമേറിയ സത്യമുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. ദൈവത്തെ ഭയപ്പെടുന്നവൻ ദൈവത്തിന് മുൻഗണന കൊടുക്കും. ഹി വിൽ ഗീവ് പ്രയോറിറ്റി ടു ഗാഡ്. 7ാം ദിവസം കർത്താവിന് വേണ്ടി ഒരുക്കും എന്ന് പറഞ്ഞാൽ ഒരുക്കും. ഇടിഞ്ഞ് വീണാലും ലോകം തലമറിഞ്ഞാലും ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കർത്താവിന് കൊടുത്തിരിക്കണം. പാസ്റ്ററെ, ഇത് പഴയ നിയമമല്ലേ? പഴയ നിയമത്തിലെ എല്ലാ അടിസ്ഥാനവും കിടക്കുന്നത്.
അടിസ്ഥാനമില്ലാതെ ഒരിക്കലും പുതിയ നിയമം ഉണ്ടാവത്തില്ല. ഇതെല്ലാം നിങ്ങളുടെ എൻ്റെ നന്മയ്ക്ക്. ദൈവത്തിന് നേടാൻ ഒന്നുമില്ല. ദിസ് ഈസ് എവറിത്തിങ് ഫോർ യുവർ ഗുഡ്നെസ്. കർത്താവ് പറയുന്നു, നീ പുളിപ്പില്ലാത്ത 3 ഉത്സവം ആചരിക്കാൻ കർത്താവ് പറയുന്നു. 1, പുളിപ്പില്ലാത്ത ഉത്സവം നീ ആചരിക്കണം. പുളിപ്പില്ലാത്ത അപ്പം നുറുക്കി കത്രമേശ. നമുക്കറിയാം ഹോളി കമ്മ്യൂണിയൻ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കർത്താവ് പറയുന്നത്, നീ പുളിപ്പുള്ള അപ്പത്തോട് നീ എന്ത് ചെയ്യരുത്? ആചരിക്കരുത്. പുളിപ്പുള്ള അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പാപമുള്ള ജീവിതത്തോട് നീ എന്ത് ചെയ്യരുത്? പുളിപ്പില്ലാത്ത അപ്പം തിന്നാൻ നീ അതിൽ പ്രവേശിക്കരുത്. പുളിപ്പില്ലാത്തവനായി, കയ്പില്ലാത്തവനായി, പ്രതികാര ചിന്തയില്ലാത്തവനായി, ക്ഷമിക്കുന്നവനായി, സ്നേഹിക്കുന്നവനായി, സഹായിക്കുന്ന മനോഭാവത്തോട്, ദൈവിക ചിന്തയോട് ആ പുളിപ്പില്ലാത്ത അല്ലെങ്കിൽ ആ ഹോളി കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ പ്രവേശിക്കണം. ദൈവത്തെ ഭയപ്പെടുന്നവനെ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. 2, പിന്നെ കർത്താവ് പറയുന്നത്, നീ എൻ്റെ സന്നിധിയിൽ വരുമ്പം നീ എന്ത് ചെയ്യരുത്? വെറും കൈയോടെ വരരുത്. അയ്യോ, ഞങ്ങളുടെ പാസ്റ്ററിന് നല്ല കാറും വീടും ഒക്കെ ഉണ്ടല്ലോ, കർത്താവ് എന്തിനാണ് കൊടുക്കുന്നത്? നിങ്ങൾ എനിക്കല്ല തരുന്നത്. യു ആർ ഗിവിങ് ഇറ്റ് ടു ഗാഡ്. 2-ാമത്തെ ഇത് കർത്താവ് പറയുന്നത്, ആദ്യ ഫലം, ഫസ്റ്റ് ഫ്രൂട്ട് കൊണ്ടുവരണമെന്ന്. ഈ കാലത്ത് എത്ര പേരാ ഫസ്റ്റ് ഫ്രൂട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നത്? എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ചർച്ചിൽ പോകുമ്പോൾ ചർച്ചിൻ്റെ മുമ്പിൽ ഒത്തിരി തേങ്ങയും കൊലയും ഒക്കെ ആയിരിക്കും. എല്ലാവരും ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യ ഫലം ദൈവസന്നിധിയിൽ കൊണ്ടുകൊടുക്കും ഭയഭക്തിയോടെ. ഇന്ന് എല്ലാവരും പാസ്റ്ററെ നോക്കുന്നത്. പാസ്റ്റർ ഒരു കുഴപ്പമില്ല, എല്ലാം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട? നിങ്ങൾ പാസ്റ്ററിനല്ല കൊടുക്കുന്നത്, യു ആർ ഗിവിങ് ഇറ്റ് ടു ഗാഡ്. ആദ്യ ഫലം. ഹലോ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ഗോഡ് ഫസ്റ്റാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതും ഗോഡിന് ഫസ്റ്റായിട്ട് കൊടുക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഗോഡ് ബെസ്റ്റാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ബെസ്റ്റും ദൈവത്തിനെ കൊടുക്കത്തുള്ളൂ. എത്ര പേർക്ക് അറിയുമെന്നറിയത്തില്ല. ഈ തേങ്ങ ഉള്ളവർക്കറിയാം. തേങ്ങ ഏക്കർ കണക്കിന് തേങ്ങ ഉള്ളവർക്കറിയാം. അപ്പോൾ തേങ്ങയൊക്കെ വെട്ടിയിടുമ്പോൾ ഇങ്ങനെ കൂമ്പാരം പോലെ ഇങ്ങനെ കിടക്കും. 5000, 10000 തേങ്ങ ഇങ്ങനെ കൂമ്പാരമായിട്ട് കിടക്കും. ഇത് യജമാനു കാണുമ്പോൾ വളരെ സന്തോഷമോ. തേങ്ങ വാങ്ങിക്കുന്നവർ വരുമ്പം ഇവൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആദ്യം ഇതിനെ തിരിക്കും. ഒരു 4 തിരിക്കും. ഒന്ന് ഏറ്റവും വലിയ തേങ്ങയായിരിക്കും, കുലുക്കി മാറ്റിയിടും. ഇടത്തരം മാറ്റിയിടും, ചെറുതങ്ങ് മാറ്റിയിടും. പിന്നെ ആർക്കും വേണ്ടാത്ത ഒരു സാധനം മാറ്റിയിടും. അപ്പോൾ യജമാനൻ നിന്ന് നോക്കുമ്പോൾ വലുതിനൊരു വില ഇടും. 10 രൂപയാണെങ്കിൽ ഇടത്തരത്തിന് ഒരു 9 രൂപ, ചെറുതിന് ഒരു 6 രൂപ. ആർക്കും വേണ്ടാത്ത സാധനത്തെ ഇങ്ങനെ നോക്കിയിട്ട് യജമാനൻ പറയും, ഇത് നമുക്ക് പോരെ മോളെ, ഇടി ഇത് പോരെ നമുക്ക്. ഇത് മതി. പിന്നെ അതിനെന്താ പറഞ്ഞത്? തിരിവെന്ന് പറയും അല്ലേ? മലയാളത്തിൽ തിരിവ്. ശരിയാണോ? തിരിവ്. നല്ല സാധനം എല്ലാം വിറ്റിട്ട് തിരിവിലുള്ള കുറച്ച് സാധനം എടുത്ത് സഭയിൽ കൊണ്ടുവരും. മനസ്സിലാക്കുന്നുണ്ടല്ലേ? കാലം മാറിപ്പോയി. ഇതെല്ലാം, ഈ ആത്മീയതയെല്ലാം ഞാൻ 20-30 വർഷം മുമ്പ് എൻ്റെ കുഞ്ഞു ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും വീട്ടിൽ കിട്ടുന്നത് അതിലേറ്റവും ബെസ്റ്റ്, അതിലേറ്റവും നല്ലത് നോക്കി കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരും. ഇന്ന് ആത്മീയത എല്ലാം നഷ്ടപ്പെട്ടു പോയി സഭയിൽ. ഇന്ന് സഭയിൽ വേണ്ടത് ഈ സംഭവങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് വളരെ സന്തോഷമാണ്. എന്ത് ആരാധനയായിരുന്നു. ഇതൊന്നും ദൈവസന്നിധിയിൽ സൗരഭ്യവാസനയായി തീരത്തില്ല. നീ കൽപ്പനകളെ പ്രമാണിച്ചാൽ മാത്രമേ നിൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ സൗരഭ്യവാസനയായി തീരും. നിനക്ക് പിച്ചുണ്ടോ, നിനക്ക് ബീറ്റുണ്ടോ, നിനക്ക് പാട്ടുണ്ടോ, നിനക്ക് ശബ്ദമുണ്ടോ, നിനക്ക് സുരമുണ്ടോ, ഇതൊന്നും ദൈവം അന്വേഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതെല്ലാം ദൈവം നിനക്ക് തന്നതാണ്. ദൈവത്തിന് നീ എന്താണ് കൊടുത്തത്? ആർ യു ഒബേയിങ് ഗോഡ്സ് വേർഡ്? നമ്മൾ ദൈവത്തെ ബെസ്റ്റായിട്ട് കണ്ടാൽ മാത്രമേ ദൈവത്തിന് ബെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് വരെ ദൈവത്തിന് ബെസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഓർത്തോ, നീ ദൈവത്തെ ബെസ്റ്റായിട്ട് ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ആമേൻ, ആമേൻ. ബെസ്റ്റ് കൊടുക്കുന്നത് കൊണ്ടാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷിക്കുന്നത്. വീട്ടിലതേ പറയത്തുള്ളൂ. ഇനി അത് അവിടെ ചെയ്തിട്ടേ വീട്ടിന് വല്ലതും ചെയ്യത്തുള്ളൂ എന്ന് പറയും. ആണോ? പ്രൈസ് ദി ലോർഡ്. കൊടുക്കുമ്പം ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക. ഗീവ് പ്രയോറിറ്റി ടു ഗോഡ്. ദൈവത്തെ നിങ്ങളുടെ മുൻപിൽ നിർത്തിക്കോ, ഭയഭക്തിയോടെ നിർത്തിക്കോ. ബെസ്റ്റായിട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് കൊടുക്കുക. കാലം മാറി വരികയോ, കാലത്തിന് ഒത്തവണ്ണം ജീവിക്കേണ്ടതല്ല.
തിരുവചനത്തിന് ഒത്തവണ്ണം ജീവിക്കണം, ബൈബിളിന് ഒത്തവണ്ണം ജീവിക്കണം. ബൈബിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലോകം എങ്ങനെ പോയി എന്നല്ല, നിങ്ങൾ ആരുടെ കൂടെ ജീവിക്കുന്നു. ഒരു മെഗാ ചർച്ചിൻ്റെ കൂടെ ജീവിക്കുന്നതല്ല, പാസ്റ്ററിൻ്റെ കൂടെ ജീവിച്ചെന്നല്ല. ചിലർക്ക് അച്ഛന്മാരുടെ കൂടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. അയ്യോ, ഞാൻ ഇന്ന പാസ്റ്ററിനോട് ഇരുന്ന് കഴിച്ചു, സെൽഫിയൊക്കെ എടുത്ത് വരും. നിനക്ക് കർത്താവിൻ്റെ കൂടെ അത്താഴം കഴിക്കാൻ കഴിഞ്ഞോ? ഏറ്റവും വലിയ സെൽഫി അതാ. കർത്താവോടെ കൂടെ നിനക്ക് അത്താഴം കഴിക്കാൻ കഴിഞ്ഞോ? അതാണ് ഏറ്റവും ബെസ്റ്റ് ഫീസ്റ്റ് ഇൻ ദ വേൾഡ്. കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവം ബലപ്പെട്ടവൻ എന്നുള്ളത് പുറപ്പാട് പുസ്തകം 23-ാമത്തെ അധ്യായം വായിച്ചപ്പോൾ, ധ്യാനിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. നിന്നെ കാത്ത് പരിപാലിച്ച് വഹിച്ചു വഴി നടത്തുവാൻ ദൈവത്തിൻ്റെ നാമം ധരിക്കപ്പെട്ട ഒരു സ്പെഷ്യൽ ദൂതനെ ദൈവം നിന്നെ സംരക്ഷിപ്പാനും വഴി നടത്തുവാനും ദൈവം നിയമിച്ചെങ്കിൽ നീ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എത്ര വിലപ്പെട്ടവനാ. 2, ദൈവം നിനക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, നിൻ്റെ സ്നേഹ സുഹൃത്തുക്കളോ സ്വന്തം ബന്ധുക്കളോ നിന്നെ സ്വീകരിപ്പാൻ ഒരുക്കി വെച്ച ഒരു സ്ഥലം പോലെ ആയിരിക്കത്തില്ല ഒരു നാളും. എത്ര അതിമനോഹരമായ ഒരു സ്ഥലമാണ്. 3, നിനക്ക് വേണ്ടി നിൻ്റെ സ്നേഹ സുഹൃത്തുക്കളും സ്വന്തം ബന്ധങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കാം ഒത്തിരി സംഭവങ്ങൾ, ഒത്തിരി നന്മകൾ. പക്ഷെ ദൈവം നിനക്ക് കോൺട്രിബ്യൂഷൻ അല്ല തന്നത്. ഹി ഗേവ് ഹിംസെൽഫ്. അവൻ തന്നെ നിനക്ക് വേണ്ടി യാഗമായി അർപ്പിച്ചു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നിനക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നെങ്കിൽ നീ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എത്ര വിലപ്പെട്ടവനെന്നത് മറന്നു പോകരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ 2 കരങ്ങളെ നീട്ടിപ്പിടിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നീ ആരാ എന്നുള്ളത് ഇന്ന് ദൈവം നിനക്ക് മനസ്സിലാക്കി തന്നെങ്കിൽ, നിൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് ദൈവസന്നിധിയിൽ നിന്നെ തന്നെ പരമേൽപ്പിച്ച്, കർത്താവേ, ഞാൻ ഉദാസീനമായി നടന്ന സമയങ്ങളുണ്ട്, അശ്രദ്ധയോട് നടന്ന സമയങ്ങളുണ്ട്, ശ്രദ്ധിക്കാതെ നടന്ന സമയങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ഇത്ര വിലയേറപ്പെട്ടവനാണെങ്കിൽ കർത്താവെ, ഞാൻ വില കൊടുത്ത് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് അല്പനേരം പ്രാർത്ഥിക്കാമോ? കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ കരങ്ങളെ നീട്ടിവെച്ച് അല്പനേരം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ സന്താന സമ്പന്നനായ ദേശം അടക്കുന്നത് വരെ ഞാൻ അവരെ കുറേശ്ശെ നിൻ്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളയും. കുറേശ്ശെ നീക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർക്കും ഒറ്റയടിക്ക് ഹല്ലേലൂയ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡോട് ഒപ്പമായി തീരാൻ സാധ്യമല്ല. ഒറ്റയടിക്ക് അവന് വിശുദ്ധനായി തീരാൻ സാധ്യമല്ല. ഒറ്റയടിക്ക് അവൻ പൂർണ്ണനായി തീരാൻ സാധിക്കത്തില്ല. നീ ആ പതിയെ നീ വളരണം ദൈവസന്നിധിയിൽ. നീ സമർപ്പണമുള്ള, ശ്രദ്ധയുള്ള, സമർപ്പിക്കപ്പെട്ട് ഒരു ജീവിതം നയിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ തിരുമുൻപിൽ നിനക്ക് വളരാൻ സാധിക്കത്തുള്ളൂ. നീ എത്രമാത്രം ദൈവസന്നിധിയിൽ നീ വളരാൻ തുടങ്ങുന്നു, അത്രമാത്രം നിൻ്റെ ശത്രുക്കൾ നിൻ്റെ മുൻപിലിരുന്ന് ദൈവം മാറ്റിക്കളയുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, ഞാൻ അവരെ, നിൻ്റെ ശത്രുക്കളെ, നിനക്ക് വിരോധമായി എഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന ശത്രുക്കളെ കുറേശ്ശെ നിൻ്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളയും. കുറേശ്ശെ നിൻ്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളയും. അതിൻ്റെ അർത്ഥം നിനക്ക് വിടുതല കൊണ്ട് നിശ്ചയം, നിനക്ക് അനുഗ്രഹമുണ്ട് നിശ്ചയം, നിനക്ക് ഉയർച്ച കൊണ്ട് നിശ്ചയം. ഹല്ലേലൂയ. ദൈവം നിനക്ക് മുൻപിൽ ഒരുക്കപ്പെട്ട് ഉയർച്ച കൊണ്ട് നിശ്ചയം. നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട് ഒരു സമൃദ്ധിയുള്ള സംതൃപ്തിയുള്ള ഒരു സാഹചര്യം നിൻ്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് മുൻപ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ നീ നേടണമെങ്കിൽ ഹല്ലേലൂയ, നീ കുറേശ്ശെ അനുസരിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുൻപിൽ നീ വിലയേറപ്പെട്ടവനാണെങ്കിൽ നീ കാനാന്യരെ പോലെ, എബൂസ്യരെ പോലെ, പെരിസ്യരെ പോലെ ഹല്ലേലൂയ, നീ പാപത്തിൽ വീണ് കിടന്ന് പാപിയായി നീ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു പാപജീവിതത്തിൽ കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഒരു നീതിയുള്ള മാർഗം ധരിച്ച് നീതിയോട് ജീവിക്കാനാണ് ദൈവം ഹല്ലേലൂയ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു പാലും തേനും ഒഴുകുന്ന ഒരു കാനാൻ ദേശത്തിലേക്ക് നീ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നിൻ്റെ ജീവിതം ക്രമീകരിക്കണം. കാരണം ഇത്രയും കാലം നിൻ്റെ ജീവിതം എഗിപ്തിലായിരുന്നു. എഗിപ്തിൽ ഹല്ലേലൂയ ഒരു ദൈവിക ജീവിതം അവരെ കൊണ്ട് നയിക്കാനോ ദൈവിക ജീവിതത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കാനോ ഒരു പ്രാർത്ഥന ഉള്ള ഒരു ജീവിതം അവർക്ക് നയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരുടെ ജീവിതം ഒരു നിയന്ത്രണം ഇല്ലാത്ത ജീവിതമായിരുന്നു, അധർമ്മീയ ജീവിതമായിരുന്നു, വികൃതമായ ജീവിതമായിരുന്നു, മറ്റുള്ളവരെ വികലാംഗനാക്കുന്ന ഒരു ജീവിതമായിരുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരെ പരിഹസിക്കുന്ന ഒരു ജീവിതമായിരുന്നു, അഴിമതിയുള്ള ഒരു ജീവിതമായിരുന്നു, മറ്റുള്ളവരെ അപമാനിക്കുന്ന ഒരു ജീവിതമായിരുന്നു, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആശയക്കുഴപ്പങ്ങൾ കൊണ്ടുവരുന്ന ഒരു ജീവിതമായിരുന്നു.
എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നീ ദൈവത്തിന് വളരെ വിലയേറപ്പെട്ടവനെന്നുള്ളത് നീ മറന്നു പോകരുത്. നീ ദൈവത്തിന് വിലയേറപ്പെട്ടവനെന്നുള്ളത് നീ മറന്നു പോകരുത്. നീ ദൈവത്തിന് വളരെ വിലയേറപ്പെട്ടവൻ. യു ആർ സോ പ്രഷ്യസ് ടു ഗാഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ ദൈവത്തിന് വളരെ വിലയേറപ്പെട്ടവനെന്ന് മറന്നു പോകരുത്. അതിനൽപ്പം നേരം നന്ദി പറയാമോ? നിന്നെ കാപ്പാൻ ദൈവം ഒരു ദൂതനെ നിയമിച്ചിരുന്നല്ലോ. അതിനൽപ്പം നേരം നന്ദി പറയാമോ? നിനക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു സന്തോഷമുള്ള, സംതൃപ്തിയുള്ള, സമാധാനമുള്ള ഒരു സ്ഥലം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു മനോഹരമായ സ്ഥലം, അതിമനോഹരമായ സ്ഥലം. അതിലേക്ക് നീ പ്രവേശിക്കണമെങ്കിൽ യു ഹാവ് ടു ഫോളോ ക്രൈസ്റ്റ്. യു ഹാവ് ടു ഫോളോ ക്രൈസ്റ്റ്. നീ ക്രിസ്തുവിനെ പിൻഗമിച്ചാൽ മാത്രമേ നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട അതിമനോഹരമായ ജീവിതത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ അച്ചടക്കമില്ലാതെ ഒരു ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ നീ മാനസാന്തരപ്പെടേണ്ട ഒരു സമയമാണ്. ദൈവസന്നിധിയിൽ നിന്റെ കുറവുകളെയും നിന്റെ പാപ സ്വഭാവങ്ങളെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു ദൈവിക ജീവിതം നയിക്കാൻ ആഗ്രഹത്തോടെ മുമ്പോട്ട് പോകേണ്ട ഒരു സമയമാണിത്. നീ മാനസാന്തരപ്പെട്ടാൽ നിനക്കാണ് നല്ലത്. നീ അച്ചടക്കത്തോട് ജീവിച്ചാൽ നിനക്കാണ് നല്ലത്. ദൈവത്തിൻ്റെ വഴികളിൽ കൂടി നടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ശ്രദ്ധയോട് ജീവിക്കണം. നിന്റെ വാക്കുകളെ സൂക്ഷിക്കണം. നിന്റെ മനോഭാവത്തെ നീ നിയന്ത്രിക്കണം. നീ കള്ളസാക്ഷ്യം പറയരുത്. കാണുന്നതെല്ലാം നീ വിളിച്ചു പറയരുത്. തോന്നുന്നതെല്ലാം നീ വിളിച്ച് കൂട്ടരുത്. അതിൻ്റെ അനന്തരഫലം നീ അനുഭവിക്കേണ്ടത് വരും. നീ അനാവശ്യമായ കാര്യങ്ങൾ നീ വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ അനന്തരഫലങ്ങൾ നീ അനുഭവിക്കേണ്ടത് വരും. എന്നെ കേൾക്കുന്ന സഹോദര, പക്ഷേ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിനക്ക് വിരോധമായി എത്ര കള്ളസാക്ഷ്യം പറഞ്ഞാലും നീ ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ ശത്രുക്കളെയും നിന്നെ നെരുക്കുന്നവരെയും, ഓ താങ്ക് യു ജീസസ്, ദ ബൈബിൾ സേസ് ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് ദം. അവരുടെ കാര്യം ദൈവം നോക്കും. നീ പകരം വീട്ടേണ്ട ആവശ്യമില്ല. നീ തിരിച്ച് നെരുക്കേണ്ട ആവശ്യമില്ല. നീ ദൈവത്തിൻ്റെ വഴികളിൽ കൂടി നടക്ക്. ദൈവത്തിൻ്റെ നന്മകളെ നീ പ്രാപിക്കും. ഓരോ ദിവസവും വേണ്ടതെല്ലാം വേണ്ടുമ്പോൾ നാഥൻ നൽകിയിടുന്നു. തിന്നു തൃപ്തനായി തീർന്ന ശേഷം നന്ദിയാൽ സ്തോത്രം പാടിയിടും ഞാൻ. യേശുവേ രക്ഷക, അങ്ങേ ഞാൻ സ്നേഹിക്കും. ആയുസ്സേ